Our next topic is methods of training. Usually there are two methods of training. They are on the job training and off the job training. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് OJT എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ്, അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, വാട്ട് ആർ ദ സ്കിൽസ് ആർ റിക്വയർഡ് ടു ഡു ദ ജോബ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ദ കാൻഡിഡേറ്റ്സ്, കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, പീരിയഡ് ഓഫ് ടൈം അവൈലബിൾ ഫോർ ട്രെയിനിങ്, then depth of knowledge required, the purpose of training, background of training, അതേമാതിരി nature of the job, what are the different types of employees for the training. ഇതിനെയൊക്കെ ബേസ്, these are the criterias or factors considered while selecting a suitable training method. അപ്പോൾ യൂഷ്വലി ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഏതൊക്കെയാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ദ എംപ്ലോയി ഇസ് പ്ലേസ്ഡ് ഓൺ എ റെഗുലർ ജോബ് ആൻഡ് ഹീസ് ടോട്ട് ദ സ്കിൽസ് നെസസറി ടു പെർഫോം ഇറ്റ്. അതായത് എംപ്ലോയി ജോബിൽ പ്ലേസ് ചെയ്യും എംപ്ലോയിനെ, അതായത് ജോലിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ട്രെയിനിങ് ആണ് എന്തെന്ന് പറയുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന്. ദ എംപ്ലോയി ലേൺസ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എൻ എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ ഓർ ട്രെയിനർ. ദ ട്രെയിനി ലേൺസ് ബൈ ഒബ്സർവിങ് ആൻഡ് ആക്ച്വലി ക്യാരിയിങ് ഔട്ട് ദ ജോബ് ഫങ്ഷൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സൂപ്പർവൈസർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ട്രെയിനി എന്താക്കുന്നു? ഒന്നുകിൽ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹീസ് ആക്ച്വലി ഡൂയിങ് ദ ജോബ്. കണ്ടുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കുക ചെയ്യുന്നത്. സോ ഹെൻസ് ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇസ് ഓൾസോ നോൺ ആസ് ലേണിംഗ് ബൈ ഡൂയിങ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടീച്ചിങ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ലേൺഡ് റിലേറ്റീവ്ലി ഇൻ എ ഷോർട്ട് ടൈം. സോ ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് പ്രൂവ് ടു ബി ഗ്രേറ്റ് സക്സസ്. അതായത് ജോലി നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ, അതായത് ചെയ്ത് പഠിക്കുക എന്ന് പറയില്ലേ, ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. സോ ദിസ് ഇസ് ദ ഈ ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഇറ്റ് ഇസ് പ്രൂവ് ടു ബി എ ഗ്രേറ്റ് സക്സസ്. അയാൾക്ക് എന്ത് ചെയ്യും? ഹി ക്യാൻ ക്ലിയർ എനി ഡൗട്ട്സ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ദ സൂപ്പർവൈസേഴ്സ് ഓർ ട്രെയിനേഴ്സ് റിഗാർഡിംഗ് എനി ആസ്പെക്ട് ഓഫ് ദ ജോബ്. സോ എൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ഇസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, JIT എന്ന് പറയും, വേർ ദി എംപ്ലോയി ലേൺസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ജോബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഈ JIT-യിൽ, അതായത് JIT എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിൽ 4 സ്റ്റെപ്പാണ് വരുന്നത്. ദ ട്രെയിനി ഒബ്സർവ്സ് ദ ജോബ് വൈൽ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ സൂപ്പർവൈസർ. ദ ട്രെയിനർ ഡെമോൺസ്ട്രേറ്റ് ദ ജോബ് so that the trainee may copy the way it is done. The employee does the job by copying the trainer's way of doing it. Then the employee then does the job independently of the supervisor. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് this method is suitable for giving training to newly appointed employees. Then അതിൽ തന്നെ there are different methods used in the ഓൺ ദ ജോബ് ട്രെയിനിങ്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കോച്ചിങ് എന്ന് പറയും. കോച്ചിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രെയിനി ഇസ് പ്ലേസ്ഡ് അണ്ടർ എ പെർട്ടിക്കുലർ സൂപ്പർവൈസർ ഹു ഫങ്ഷൻസ് ആസ് എ കോച്ച് ഇൻ ട്രെയിനിങ് ആൻഡ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ദ ട്രെയിനീസ്. ഓക്കെ, അപ്പോൾ സംടൈംസ് ദ ട്രെയിനി മേ നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. അപ്പോൾ ഈ കോച്ചിങ്ങിൽ ഒരു സൂപ്പർവൈസർ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോച്ചായിട്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ബൈ ദ സൂപ്പർവൈസർ, സബോർഡിനേറ്റ് ലേൺസ് എ വർക്ക് ബൈ ഡൂയിങ്. ഇതിന് ചില മെറിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പ്രോപ്പർ ഗൈഡൻസ് ഓൺ ഹൗ ടു കണ്ടക്ട് ആൻ ആക്ടിവിറ്റി, കോസ്റ്റ് ഇഫക്റ്റീവ്, നോ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് കോച്ച് പറയുന്നതിനനുസരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പം നോ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഐഡിയാസ് ഗിവൺ ബൈ ദ ട്രെയിനി ആർ നോട്ട് കൺസിഡേർഡ്. കോച്ച് എന്ത് പറയുന്നു അത് മാത്രമേ കേൾക്കുള്ളൂ. അതേമാതിരി ട്രെയിനി വുഡിൻ ഗെറ്റ് എ ചാൻസ് ടു എക്സ്പ്ലോർ മോർ. വേറൊരു ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന വേറൊരു മെത്തേഡാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയും. അതായത് ദ സബോർഡിനേറ്റ് ലേൺസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ്
ഒബ്സർവേഷൻസ്. അതായത് ഇവിടെ പ്രത്യേകമായിട്ട് കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. ഒരു ട്രെയിനി എന്ത് ചെയ്യും, ഒരു സൂപ്പർവൈസറെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് പഠിക്കുക ചെയ്യുക. സോ ദ അസിസ്റ്റൻറ്റ് ക്യാൻ അസ്യൂം ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ജോബ് ഹെൽഡ് ബൈ സൂപ്പർവൈസർ ലേറ്റർ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് അതിൽ വരുന്നത്, ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ എന്ന് പറയും. ജോബ് റൊട്ടേഷൻ തന്നെ സംഭവം. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജോബ് റൊട്ടേഷനിൽ വരുന്നത് this movement of trainee from one job to another to gain knowledge and experience from different job assignments. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ ജോബ് റൊട്ടേഷൻ. അതായത് ട്രെയിനി ഇസ് ട്രാൻസ്ഫേർഡ് സിസ്റ്റമാറ്റിക്കലി ഫ്രം വൺ ജോബ് ടു അനദർ. ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും, ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കാതെ പല പല പോസ്റ്റുകളിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുക. സോ ഹി ക്യാൻ ഗെറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ്. സോ ഇറ്റ്സ് മേജർ ഒബ്ജക്റ്റീവ് ഇസ് ടു broaden the background of the trainee in various positions of job. So this method helps the employees to be versatile in many jobs. ഏത് ജോബും കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു തൻ്റെ ആർജിക്കാൻ പറ്റും ഈ ജോബ് റൊട്ടേഷൻ. അപ്പോൾ ജോബ് റൊട്ടേഷനും ഇതേമാതിരി അഡ്വാൻറ്റേജസ് ഒക്കെ കുറേ പറയുന്നുണ്ട്. helps in exploring interest and ideas, motivates all employees and helps them to deal with new challenges, keep away fraudulent practices, ബൂസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. അതായത് ഒന്നൊന്ന് മാറി അടുത്തലേക്ക് വരുമ്പോൾ അത് പഠിപ്പിക്കണം, പിന്നെ അടുത്തലേക്ക് പോകുമ്പോൾ അടുത്ത് പഠിപ്പിക്കണം. സോ ഇറ്റ് ഈസ് എ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. ദെൻ എംപ്ലോയീസ് ടേക്സ് ടൈം, ദെൻ ലീഡ്സ് എ ഹോൾ ലോട്ട്സ് ഓഫ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഇറ്റ് ഡസൻറ്റ് ചെക്ക് ദ ടൈം വേസ്റ്റഡ്. ഓക്കെ, അപ്പം എംപ്ലോയിക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്ന് മാറി ഒന്നിലേക്ക് കളിക്കുന്ന സമയത്ത് അയാളുടെ എന്താ പറയുക, ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും, ആൻസൈറ്റി, അതേമാതിരി കുറേ ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് മൊത്തമായിട്ട് നോക്കാം, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ജോബ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത്. എക്കണോമിക്കലാണെന്ന് പറയുന്നു, കാരണം അതിന് പ്രത്യേകമായിട്ട് റൂമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളത് വെച്ചിങ്ങാണ്ട് ചെയ്യാം. ദെൻ ട്രെയിനി അപ്ലൈസ് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വൈൽ ഡൂയിങ് വർക്ക്, സോ ഹീ ഈസ് ഏബിൾ ടു ലേൺ ഇറ്റ് പ്രോപ്പർലി. പിന്നെ കുറച്ച് സമയം മതി, ഷോർട്ട് പീരീഡ് ഇസ് ഇനഫ്. Then it can be used for both unskilled and semi-skilled jobs. Then this is the most widely used method for teaching knowledge and skills which can be acquired through personal observation. And trainee learns on actual machine and in the real work environment. ഒരു ധൈര്യം വരും. ഓക്കെ, ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ഈസ് ട്രെയിൻഡ് അറ്റ് ദി വർക്ക് പ്ലേസ്, ഹി ഈസ് നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ് ആൻഡ് ലേൺ ഡ്യൂ ടു നോയ്സസ് ആൻഡ് ഇൻട്രപ്ഷൻസ്. അതായത് അയാൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ വെച്ചിട്ടാണല്ലോ, എന്നപ്പോൾ പല പല ഒച്ചയും വിളികളും ഒക്കെ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എൻ അൺഓർഗനൈസ്ഡ് ആൻഡ് haphazard method. Then there is the chance of making damage to the valuable machines and equipments. തുടക്കം തന്നെ കയറിങ്ങാണ്ട് അങ്ങോട്ട് കയറുന്ന സമയത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിന്നും വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രത്യേകമായിട്ട് എന്താ പറയുക, ഈ ട്രെയിനിങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ വിത്ത് ദ പ്രിമിസസ് ഓർ ബൈ ദി എക്സ്റ്റേണൽ ഏജൻസീസ്. അതായത് ഓർഗനൈസേഷൻ അതിന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്ത് പ്രത്യേക എക്സ്റ്റേണൽ ഏജൻസീസിനെയൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ഏതെന്ന് പറയുന്നത് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എ ക്ലാസ് റൂം ഈസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ദ പ്രിമിസസ് ഓഫ് ദി കമ്പനി. ട്രെയിനിങ് പ്രോഗ്രാംസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദിസ് ക്ലാസ് റൂം. അപ്പോൾ ഈ മെത്തേഡ് സാധാരണ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്, അതേമാതിരി പബ്ലിക് അണ്ടർടേക്കിങ്സ് ഒക്കെയാണ് ഇങ്ങനെ വെക്കുക. അതായത് ഗവൺമെൻറ്റിലൊരു പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ എംപ്ലോയീസിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ വിളിക്കും, ഒരു ട്രെയിനിങ് കൊടുക്കും പ്രത്യേകമായിട്ട്. സോ എംപ്ലോയി ഹാസ് ടു ലീവ് ഹിസ് വർക്ക് പ്ലേസ് ആൻഡ് ഡിവോട്ട് ഹിസ് എൻറ്റയർ ടൈം ഫോർ ട്രെയിനിങ് അറ്റ് എ പ്ലേസ് എവേ ഫ്രം ഹിസ് ജോബ്. ഓക്കെ, അപ്പോൾ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കോഴ്സസ്, കോൺഫറൻസസ്, കേസ് സ്റ്റഡി, സെമിനാർ, റോൾ പ്ലേയിങ്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ലെക്ചർ, ഓഡിയോ വിഷ്വൽസ്, സിമുലേഷൻ ആൻഡ് ലബോറട്ടറി ട്രെയിനിങ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഏതാണ്, സ്പെഷ്യൽ കോഴ്സസ് എന്ന് പറയും. അപ്പോൾ സ്പെഷ്യൽ കോഴ്സസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്സ്. അതായത് എവിടെയാണോ ആളുകൾക്ക് നോളജ് അല്ലെങ്കിൽ സ്കിൽ ലാക്ക് ചെയ്യുന്നത് അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാം. Experts conduct a series of lectures. These lectures are meant for imparting special skills and knowledge about performing special tasks. Okay. ദെൻ കോൺഫറൻസസ് ആണ് അടുത്ത് പറയുന്നത്. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയീസ് ഇൻ ദ സെയിം ഓർഗനൈസേഷൻ ഓർ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് കം ടുഗെദർ ടു ഡിസ്കസ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ എക്സ്പേർട്സ് ആർ ഡെലിവറിങ് ലെക്ചേഴ്സ് ആഫ്റ്റർ ഡിസ്കഷൻ. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരു മീറ്റിംഗ് ഓഫ് സെവറൽ പീപ്പിൾ ടു ഡിസ്കസ് എനി സബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഈച്ച് പാർട്ടിസിപ്പൻറ്റ് കോൺട്രിബ്യൂട്ട് ഹിസ് ഓൺ ഐഡിയാസ്. അതായത് എന്താണോ എന്നുള്ളത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചുള്ള കോൺഫറൻസ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തെങ്ങാണ്ട് അയാളുടെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എവ്രി വൺ ക്യാൻ എക്സ്പ്രസ് ദിയർ ഓൺ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പേർട്സ് ആർ ഡെലിവറിങ് ലെക്ചേഴ്സ് ആഫ്റ്റർ ഡിസ്കഷൻ. അതൊന്ന് സമ്മപ്പ് ചെയ്തും കൊണ്ടുള്ള ഒരു എന്താ പറയുക ലെക്ചറും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാൻസ് ടു ലേൺ ഫ്രം അതർ എക്സ്പീരിയൻസ്. അതായത് അതേഴ്സ് എക്സ്പീരിയൻസ്. ഓരോരുത്തരും അവരുടെ അനുഭവം വെച്ചിട്ടാണ് ഓരോ ഡിസ്കഷൻ നടത്തുക. അങ്ങനെ ഒരു ചാൻസ് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരുടെ ഇതിൽ നിന്നും ആവുന്ന സമയത്ത്. ദെൻ വർത്തി നോളജ് ക്യാൻ ബി ഷെയർഡ് ബൈ എ സ്പീക്കർ, ലേൺ ഇൻ സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ്. അതായത് ജോലിയും ഇതും കൂടെ നടക്കില്ലല്ലോ ഇവിടെ. ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അതിന് വേണ്ടി സെപ്പറേറ്റ് റൂം വേണം. എക്സ്റ്റേണൽ ഏജൻസീസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് റെമ്യൂണറേഷൻ വേണം. ഇറ്റ് എഫക്ട്സ് പ്രൊഡക്ടിവിറ്റി ഫോർ ദ കൺസേൺ പീരീഡ്. അതായത് ട്രെയിനിങ്ങിനും കൂടെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലികളൊന്നും ഓഫീസ് ജോലികളൊന്നും നടക്കില്ല. സോ ഇറ്റ് എഫക്ട്സ് പ്രൊഡക്ടിവിറ്റി. ദെൻ സ്പീക്കർ ഡസ് നോട്ട് ഹാവ് ആംബിൾ നോളജ് അബൌട്ട് ദ ടോപ്പിക് ഓഫ് ദ സെമിനാർ ഓർ കോൺഫറൻസ്. അതുപോലെ ഓക്കെ. സോ ദീസ് ആർ ദ എന്താ പറയുക, അല്ല രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന കോൺഫറൻസ് എന്ന് പറയുന്നത്. കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ ട്രെയിനി അണ്ടർടേക്സ് എ കേസ് സ്റ്റഡി ആൻഡ് ലേൺസ് ഹൗ ഡിസിഷൻസ് വെയർ അറൈവ്ഡ് അറ്റ് ഇൻ സച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. നിങ്ങൾക്കറിയില്ലേ, കേസ് സ്റ്റഡി കേട്ടിട്ടില്ല, നിങ്ങൾ ഗെയിംസിന് തന്നെയും പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. അതായത് ശരിക്കുള്ള എന്താ പറയുക നടന്ന സംഭവങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കേസ് സ്റ്റഡി ആയിട്ട് കിട്ടുക. അപ്പോൾ ആ കേസ് സ്റ്റഡി പഠിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ കേസ് സ്റ്റഡീസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അപ്പം കേസ് സ്റ്റഡിയിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് എനി പ്രോബ്ലം കൺഫ്രണ്ടഡ് ബൈ എ ബിസിനസ് വിച്ച് ക്യാൻ ബി സോൾവ്ഡ് ബൈ എൻ എംപ്ലോയി. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ അത് സോൾവ് ചെയ്യാം. അപ്പോൾ ദ ട്രെയിനി ഈസ് ഗിവൺ എൻ ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ദ കേസ് ആൻഡ് കം ഔട്ട് വിത്ത് ഓൾ പോസിബിൾ സൊല്യൂഷൻസ്. അപ്പോൾ ദിസ് മെത്തേഡ് ക്യാൻ എൻഹാൻസ് ദ അനലിറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓഫ് എൻ എംപ്ലോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കേസസ് എന്നിട്ട് അത് കഴിഞ്ഞാൽ കേസസ് ആർ ഡിസ്കസ്ഡ് ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഹെൽപ്സ് ടു ഡെവലപ്പ് എന്തൊക്കെയാണ് പവർ ഓഫ് റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽസ്, മെൻ്റൽ കേപ്പബിലിറ്റീസ് ആൻഡ് ഫൈനലി ദ മാനേജിങ് സ്കിൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഓഫ് എംപ്ലോയീസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ്, അപ്പോൾ ഇതിന് അതേമാതിരി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറയുന്നുണ്ട്. ഗുഡ് സോഴ്സ് ഓഫ് ഐഡിയാസ് അബൌട്ട് ബിഹേവിയർ, ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്നോവേഷൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ആയിരിക്കും ഉണ്ടാവുക എങ്ങനെ സോൾവ് ചെയ്യണം ഈ പ്രോബ്ലം എന്നുള്ള. അതേമാതിരി ഗുഡ് മെത്തേഡ് ടു സ്റ്റഡി റെയർ ഫിനോമിന. അപ്പം കേസ് സ്റ്റഡിക്ക് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതിലെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് കേസ് സ്റ്റഡിയിൽ ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ടു ഡ്രോ ഡെഫിനിറ്റ് കോസ് ആൻഡ് എഫക്റ്റ് കൺക്ലൂഷൻസ്. ഒരാളുടെ മനസ്സിൽ തോന്നുന്ന സൊല്യൂഷൻ ആയിരിക്കില്ല വേറൊരാളുടെ മനസ്സിൽ തോന്നുക. ഹാർഡ് ടു ജനറലൈസ് ഫ്രം എ സിംഗിൾ കേസ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോണത് സെമിനാറാണ്. സെമിനാർ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഓരോ സെമിനാർ നിങ്ങൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ. എ ട്രെയിനി പ്രസൻസ് എ പേപ്പർ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ കോപ്പീസ് ഓഫ് ദിസ് ഡോക്യുമെൻ്റ് ആർ സർക്കുലേറ്റഡ് അമംഗ് ദ പാർട്ടിസിപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ്. But the participants are able to learn about the topic through discussion. ചില സമയത്ത് എക്സ്പേർട്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആർ ഇൻവൈറ്റഡ് ടു റീഡ് പേപ്പേഴ്സ് വിച്ച് ആർ ഡിസ്കസ്ഡ് ഇൻ സെഷൻസ്. ഓക്കെ. വേറെ ഒന്നാണ് റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതായത് എംപ്ലോയി അസ്യൂം ചെയ്യുക ചെയ്യുന്നത് റോൾ ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ.
Okay, അപ്പോൾ the trainees are required to play the role of supervisor. അപ്പോൾ എ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വർക്ക് സിറ്റുവേഷൻ ഇസ് ഗിവൺ വിച്ച് ദേ വെർ എക്സ്പെക്റ്റഡ് ടു ടാക്കിൾ ഇൻ ദാറ്റ് റോൾ. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ ഡിവൈസ് ടു ചേഞ്ച് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ട്രെയിനീസ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു മാനേജറായിട്ടാണ് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അയാൾ എന്തായാലും മാനേജറായിട്ട് റോൾ പ്ലേ അറിയാലോ, അതേപോലെ ആക്ട് ചെയ്യണം. So in this case also a problem situation is simulated, asking the employee to assume the role of a particular person in the situation. Okay, but the participant interact with other participants assuming different roles. But the whole play will be recorded and trainee gets an opportunity to examine their own performance. ഇനി ഇതിനും ഇതേമാതിരി അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ് സ്കിൽ ലെവൽ, പ്രിപ്പയർ ഫോർ റിയൽ ലൈഫ്, ഇറ്റ് ഇസ് സോഷ്യൽ ആൻഡ് കമ്മ്യൂണൽ എന്നാണ് പറയുന്നത്. ദെൻ ടൈം കൺസ്യൂമിങ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മെ നോട്ട് ബി ടേക്കൺ സീരിയസ്ലി, ചിലരത് അത്ര തമാശയാക്കി കളയും. ദെൻ സം ഫീൽ അൺകംഫർട്ടബിൾ, എല്ലാവർക്കും എല്ലാവരുടെ മുന്നിൽ ഈ അഭിനയിക്കലൊന്നും അത്ര വശം ഉണ്ടാവില്ല, അവർക്കൊരു എന്താ പറയുക അൺകംഫർട്ടബിളായി തോന്നും. ഇനി അടുത്തത് നമ്മൾ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 10 to 15 persons ആർ സെലക്റ്റഡ്. ഒരു ഗ്രൂപ്പാക്കുക ചെയ്യുന്ന 10-15 ആളുകളെ ദേ ക്യാൻ ഷെയർ ദിയർ എക്സ്പീരിയൻസ്. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് സെൻസിറ്റിവിറ്റി ടു ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. അത് ശരിക്കും ഒരു നല്ല ടെക്നിക്കാണെന്നാണ് പറയുന്നത്. ടു നോ അതേഴ്സ് ഫീൽ വൺസ് ഇമോഷണൽ ബിഹേവിയർ, ആക്ഷൻ, ഐഡിയാസ് എക്സെട്ര. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് കെയർഫുള്ളി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെക്നിക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ പ്രോബ്ലം. ഇത്ര സെൻസിറ്റീവാണ് ഓരോരുത്തരും എന്നുള്ളത്, അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കാനെല്ലാം പറ്റും. ദെൻ ലെക്ചേഴ്സിൽ എന്താണ്, ഇറ്റ് ഈസ് എ വെർബൽ പ്രസൻറ്റേഷൻ ഓഫ് എൻ ഇൻസ്ട്രക്ടർ ടു എ ലാർജ് ഓഡിയൻസ്. അതായത് കുറേ ട്രെയിനീസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒരാൾ ഇങ്ങനെ ലെക്ചർ ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സലൻറ്റ് ആൻഡ് എക്കണോമിക് ടെക്നിക് ഫോർ ഗ്രൂപ്പ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അതായത് ദ ലെക്ചർ ഇസ് അസ്യൂം ടു പൊസസ് എ കൺസിഡറബിൾ ഡെപ്ത് ഓഫ് നോളജ് ഓഫ് ദി സബ്ജക്റ്റ് കൺസേൺ. നല്ല അത്യാവശ്യം നോളജുള്ള ആളുകളെയൊക്കെയുള്ളൂ ലെക്ചറായിട്ട് വെക്കുള്ളൂ. New policies, changes in policies and practices, rules and regulations, etc. can be communicated by using this method. പിന്നെ വേറൊരു മെത്തേഡ് പറയുന്നത് ഓഡിയോ വിഷ്വൽ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെലിവിഷൻ സ്ലൈഡ്, വീഡിയോ ഫിലിംസ്, ഓവർഹെഡ്സ് എക്സെട്ര. ദീസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് എ വൈഡ് റേഞ്ച് ഓഫ് റിയലിസ്റ്റിക് എക്സാമ്പിൾസ് ഓഫ് ജോബ് കണ്ടീഷൻസ് ആൻഡ് സിറ്റുവേഷൻസ് ഇൻ ദ ഷോർട്ട് പീരിയഡ്. AV ക്ലാസ്, എന്താ പറയുക, PPT ഒക്കെ വെച്ചിങ്ങാണ്ട് ഓരോന്നും ഇങ്ങനെ കാണിച്ചും കൊണ്ട് ചെയ്തു പോകുന്ന ആ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ഓഡിയോ വിഷ്വൽസ്. പിന്നെ ഒന്ന് വരുന്നതാണ് സിമുലേഷൻ എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ an imaginary situation is created and trainees are asked to act on it. അതായത് അസ്യൂമിങ് റോൾ ഓഫ് എ മാർക്കറ്റിംഗ് മാനേജർ, സോൾവിങ് ദ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഓർ ക്രിയേറ്റിംഗ് എ ന്യൂ സ്ട്രാറ്റജി. അങ്ങനെ നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ റോൾ പ്ലേൻ്റെ ഏകദേശം, അവിടെ റോൾ പ്ലേയിൽ അയാളുടെ റിയൽ റോൾസ് കൊടുക്കുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു ഇമാജിനറി റോൾ കൊടുക്കുന്നു. അപ്പം സിമുലേഷൻ്റെ പ്രത്യേകത അതാണ്. ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ദ ട്രെയിനിങ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ്, ഇതിന് സിമുലേഷന് കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദിയർ ആക്ഷൻ. അതായത് അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഫീഡ്ബാക്ക് ടു ലേണേഴ്സ് ക്യാൻ ബി ഗിവൺ ഇമ്മീഡിയറ്റ്ലി. ഡോണ്ട് വെയിറ്റ് ഫോർ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ടു ഡീൽ വിത്ത്. അതായത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്പെൻസീവ് മെത്തേഡാണ്. പിന്നെ അതേമാതിരി എപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താക്കാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി റീക്രിയേറ്റഡ്. അതേപോലെ നോട്ട് എവറി സിറ്റുവേഷൻ കനോട്ട് ബി ഇൻക്ലൂഡ്. ലാസ്റ്റ് വൺ എന്നല്ല, ഈ ഇതിൽ വരുന്ന ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന വേറൊരു മെത്തേഡാണ് ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറയും. ഇത് അങ്ങനെയുള്ള ജോബ്സൊക്കെ ആണെങ്കിലാണ് ലബോറട്ടറി ട്രെയിനിങ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക്കാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇംപ്രൂവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ബിഹേവിയർ, ഫീലിംഗ് ആൻഡ് റിയാക്ഷൻ ഓൺ ദം. ഓക്കെ, ഇത് കൂടാതെ കുറച്ച് ട്രെയിനിങ് മെത്തേഡ്സ് കൂടെ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്,
അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടില്ല. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ടു ബി ട്രെയിൻ. അങ്ങനെ കുറേ ആളുകളെ ട്രെയിൻ ചെയ്യണം വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ആ സമയത്ത് അഡോപ്റ്റ് ചെയ്യുന്നൊരു ട്രെയിനിങ് മെത്തേഡാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതായത് ഒരു സ്പെഷ്യൽ ഏരിയ ഓർ എ റൂം ഇസ് സെറ്റ് അസൈഡ് ഫ്രം ദ മെയിൻ പ്രൊഡക്ഷൻ ഏരിയ. ദിസ് റൂം ഇസ് എക്യുപ്ഡ് വിത്ത് ഫേർണിഷിംഗ്സ് സിമിലർ ടു ദോസ് ഫൗണ്ട് ഇൻ ദി ആക്ച്വൽ വർക്ക് പ്ലേസ്. അപ്പോൾ ട്രെയിനിങ് ഇസ് പെർമിറ്റഡ് ടു ലേൺ ആൻഡ് വർക്ക് അറ്റ് ദിസ് പ്ലേസ് എന്നാണ് പറയുന്നത്. അതായത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ വെസ്റ്റിബ്യൂൾ എന്നുള്ളതിൻ്റെ മീനിങ് എൻട്രൻസ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അതായത് ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ട്രെയിനിങ് ഇസ് ഗിവൺ ഇൻ എ സെപ്പറേറ്റ് ട്രെയിനിങ് സെൻറ്റർ അറ്റാച്ച് ടു ദ വർക്ക് പ്ലേസ്. ഒരു പ്രത്യേക റൂമിലേക്ക് മാറ്റും, എന്നിട്ട് അവിടെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫുൾ ഫ്ലെഡ്ജ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ബിഫോർ ജോയിനിങ് വർക്ക്. അതായത് എങ്ങനെയാണോ അവർ ആക്ച്വൽ വർക്ക് പ്ലേസിലുള്ള സെറ്റിങ്സ് അതേപോലെ സെറ്റ് ചെയ്യും ഈ റൂമും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ഇൻ വിച്ച് ട്രെയിനിങ് ഇസ് ഗിവൺ ഇൻ വെസ്റ്റിബ്യൂൾസ്. ഓക്കെ, banks and other organizations train their newly recruited employees in training centers before induction into the jobs. അപ്പോൾ ഇത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. വേറെ ഒന്നാണ് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, അപ്രൻറ്റൈസ് ട്രെയിനിങ് എന്ന് പറയും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലാസ് റൂം ട്രെയിനിങ് ആൻഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഒരു മിക്സാണ് അവിടെ വരുന്നത്. കാൻഡിഡേറ്റ്സ് ആർ സെലക്റ്റഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ആസ് ട്രെയിനീസ് ഓർ apprentices. But the selected persons work under experienced workers or supervisors who give guidance and help while doing the job. ഓക്കെ, അപ്പോൾ ഈ അപ്രൻറ്റിസ്ഷിപ്പായിട്ട് ആ പീരീഡൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. അതിൽ അവർക്കൊരു ചെറിയൊരു സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടും ആ ട്രെയിനിങ് പീരീഡിൽ. ദേ ആർ ഓഫേർഡ് ജോബ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് സക്സസ്ഫുള്ളി. ഓക്കെ, അതാണ് അപ്രൻറ്റൈസ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. Employees are paid remuneration or stipend for the period of training. After the training they are permanently appointed in the organization or leave the organization for a job elsewhere. രണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ this method combines learning and employment. Okay, then ക്ലാസ് റൂം ട്രെയിനിങ് വരുന്നുണ്ട്. ക്ലാസ് റൂം ട്രെയിനിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിനിങ് ഇസ് പ്രൊവൈഡഡ് ഇൻ ഓർഗനൈസേഷൻസ് ക്ലാസ് റൂംസ് or in educational institution lectures, case studies, group discussion or audio visual aids are used to explain knowledge and skills to trainees. അതായത് ഒരു കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണിത്. അതായത് ലെക്ചർ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി, പ്രോബ്ലം സോൾവിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇത് ഏതെങ്കിലുമൊക്കെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ട്രെയിനീസ് ആർ അസംബിൾഡ് ഇൻ എ ക്ലാസ് റൂം. ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ടർ ഓർ ട്രെയിനർ gives lectures on all job related aspects and clarifies the doubts of employees. ഓക്കെ, വേറെ ഒന്ന് വരുന്നതാണ് ലേണർ ട്രെയിനിങ് എന്ന് പറയും. ഈ ലേണർ ട്രെയിനിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലേണേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ആർ സെലക്റ്റഡ് ഫോർ സെമി സ്കിൽ ജോബ് ആൻഡ് ദേ ലാക്ക് ഈവൻ ദ ബേസിക് നോളജ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അതായത് അങ്ങനെയുള്ള ജോബിലാണ് ഈ ലേണർ ട്രെയിനിങ് കൊടുക്കുന്നത്. ഫസ്റ്റ് ദേ ആർ ഗിവൺ എഡ്യൂക്കേഷൻ ഓൺ വൊക്കേഷണൽ സ്കൂൾസ്, then they are allowed to learn operation of machines. Then comes internship training. Internship training ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് ഒക്കെ ഞാൻ ഇതിൽ കാണുന്നില്ല. It is a joint program of training conducted by educational institutions and business firms. അതായത് selected candidates carry on regular studies in the educational institutions. Okay, the business firm provide practical training to them in factory to acquire practical knowledge and skills. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താക്കുക, അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടെ കൊടുക്കുക. അതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. അതായത് മോഡേൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രെയിനിങ് എംപ്ലോയീസ്. അതായത് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് അങ്ങനെയൊക്കെ വെച്ചും കൊണ്ട് ദ ട്രെയിനീസ് മേ ബി ഷോൺ ഓൺലൈൻ വീഡിയോസ്, ലൈവ് പ്രസൻറ്റേഷൻസ്, വെബ് ബേസ്ഡ് സെമിനാർസ്, വെബിനാർസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ ട്രെയിനിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് എംപ്ലോയീസ്. ഇൻഡിവിജ്വലായിട്ടും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ടും ചെയ്യാൻ പറ്റും.
The response of employees can also be collected immediately എന്നാണ് പറയുന്നത് ത്രൂ വീഡിയോ ചാറ്റിംഗ് ഓർ ഇമെയിൽ. അപ്പം എംപ്ലോയീസ് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻജോയബിൾ വൈൽ ദ ലേണിംഗ് പ്രോസസ് ഇസ് ഗോയിങ് ഓൺ. സോ ദ ട്രെയിനീസ് ഷുഡ് ഹാവ് സം എക്സ്പീരിയൻസ് വിത്ത് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്. അതായത് ട്രെയിനിങ് കഴിയുന്നതോട് കൂടിയിട്ട് അത്യാവശ്യം ഒരു വിവരം കിട്ടും. The trainer should also be competent to select suitable programs according to the needs of the training program എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട് CBT എന്ന് പറയും, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ഒരു തരം ലേണിംഗ് ആണത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രെയിനിങ് ഇസ് അതായത് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. ദ ട്രെയിനിങ് പാക്കേജസ് ആർ ഡെവലപ്ഡ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രെയിനീസ്. ഓക്കെ. It allows the individuals to participate in training when and where it is needed. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഗുണം. ലാസ്റ്റ് വൺ ലേണിംഗ്, അതായത് ട്രെയിനിങ് ഓൺലൈൻ. ഇവിടെ ഇൻ്റർനെറ്റ് ഇസ് യൂസ് ടു കണ്ടക്ട് ട്രെയിനിങ് ഓൺലൈൻ. വേൾഡ് വൈഡ് വെബ് ഇസ് യൂട്ടിലൈസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഓഫ് ജോബ്സ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡെലിവറിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ത്രൂ മീൻസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ പ്രോഗ്രാംസ് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യാം. ദർ ആർ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ലൈക്ക് വെബ് ബേസ്ഡ് ട്രെയിനിങ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്, വെർച്വൽ ക്ലാസ് റൂം. ഇപ്പം നമ്മൾ നടത്തുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മളത് ടീച്ചിങ് ആണെന്നേ ഉള്ളൂ. ഇത് ജോബ് ആവുന്ന സമയത്ത് അതിന് ബന്ധപ്പെട്ടതാവും. There is more flexibility and wider choice in the e-learning programs. This method is suitable for training of engineering graduates, software personnel, etc. Okay.